ഒന്ന് രണ്ട് സ്ഥലത്ത് കൂടി പോകാനുണ്ട്. ഒക്കെ ഷിഫാക്കി തെറ്റോ. സുഹൃത്തുക്കളെ, ഒരു സന്തോഷ വാർത്ത ഉണ്ടേ. ഞാൻ മേപ്പാടി ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു റിസോർട്ടിൻ്റെ വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയൊരു സംഖ്യ എനിക്ക് തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 വീട്ടിലേക്കുള്ള കിറ്റ് കൊടുക്കാൻ പോവാണ്. ഭക്ഷണ കിറ്റ് 2 വീട്ടിലേക്കുള്ള. അപ്പോൾ ഒരു വീട് എന്ന് പറഞ്ഞാൽ കൊടുവള്ളിയാണ്. അപ്പോൾ വയനാട് വൈത്തിരിയാണല്ലോ. അപ്പോൾ കൊടുവള്ളിയാണ് ഞാൻ കണ്ടുവച്ചിട്ടുള്ളത്. അർഹതപ്പെട്ടൊരു വീടുണ്ട് കൊടുവള്ളി. അപ്പോൾ അവിടേക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ നമ്മളെ വയനാട് ജില്ലയിൽ തന്നെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉച്ചൻ്റെ മുമ്പ് തന്നെ ഇത് വീട്ടിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വൈകുന്നേരം ചായ ഒക്കെ ഉണ്ടാക്കാമല്ലോ. സാധനമൊക്കെ വാങ്ങി വണ്ടിയിലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം ഒരു 2 ആഴ്ച ഉപയോഗിക്കാനുള്ള സാധനങ്ങളുണ്ട് വീട്ടിലേക്കുള്ള. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതിന് ഫേസ്ബുക്കിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഷോപ്പ് സംബന്ധമായ വീഡിയോ ചെയ്താലോ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്ത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അർഹതപ്പെട്ട ആളുകൾക്ക് കിറ്റോ മറ്റ് സഹായങ്ങളായിട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടത്. സുഹൃത്തുക്കളെ, വയനാട് മേപ്പാടി പഞ്ചായത്തിൽ ഓടത്തോട് താമസിക്കുന്ന റഹീംക്കാണ് ഇട്ടത്. റഹീംക്കാക്ക് 7 വർഷം മുമ്പ് ക്യാൻ ഡിസീസ് എന്നൊരു ഫംഗൽ രോഗം ബാധിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടിലാണ്. ഒരു മാസത്തിൽ 1,40,000 രൂപൻ്റെ മരുന്ന് വേണം. ഇന്ത്യ രാജ്യത്ത് തന്നെ 2 പേർക്ക് ഈ രോഗം പിടിപെട്ടത് കേട്ടോ. അപ്പോൾ റഹീംക്കാക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും കുറച്ച് അധികമായിട്ട് മിംസ് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, 2 മണിക്കൂർ കൂടുമ്പോൾ ഈ മാസ്ക് 1 മണിക്കൂർ അയച്ചു വെക്കണം എന്നിട്ടോ കണക്ക്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് മൂപ്പര് ഇത് അയച്ചു വെച്ചായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിന് വീണ്ടും ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ വൈഫ് അത് കെട്ടിക്കൊടുക്കട്ടെ, മാസ്ക് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റഹീംഖാൻ്റെ ഈ ഫുള്ളായിട്ടുള്ള വിവരം കിട്ടണമെങ്കിൽ മൂപ്പരെ ഫേസ്ബുക്ക് പേജിൽ മൂപ്പരെന്നെ അത് അപ്ലോഡ് ചെയ്യലുണ്ട്. ഓരോ വിശേഷങ്ങളും ഓരോ വിവരങ്ങളും സഹായിക്കുന്ന ആൾക്കാർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഓരോ ടെക്സ്റ്റ് മെസ്സേജ് ഇതൊക്കെ മൂപ്പര് അപ്ലോഡ് ചെയ്യലുണ്ട്. അപ്പോൾ ആ ചാനലിൽ എല്ലാവരും ഒന്ന് പോയി ഫോളോ ചെയ്ത് മൂപ്പർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതൊരു ചാരിറ്റി വീഡിയോ ആയിട്ട് ആരും കാണണ്ട. ഞാൻ ആ കിറ്റ് കൊടുക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹത്തിന് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും സഹായം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുഖം മറക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതിന് മുഖമൊന്നും മറച്ചിട്ട് കാര്യമില്ല. ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അത് ആ മറക്കലൊരു തടസ്സമാകണ്ടെന്നാണ് മൂപ്പര് പറയുന്നത്.